റസൂലുള്ളാഹിനെ മറക്കുന്ന സ്ത്രീകളെ ആ ഹബീബായ നബി തങ്ങളെ ധിക്കരിച്ചുകൊണ്ട് മാറ് വലുതാക്കി കടുപ്പ് വലുതാക്കി മോളെ മുടികൾ വലുതാക്കി നടക്കുന്ന സ്വർഗ്ഗത്തിൽ കിടക്കാൻ ആഗ്രഹമുള്ള സ്ത്രീകളെ, ഫാത്തിമത്തു സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, എല്ലാ സ്ത്രീകളുടെയും സ്വർഗ്ഗത്തിലെ നേതാവായ ഫാത്തിമയെ കാണാൻ ആഗ്രഹമുള്ള ഈ നാട്ടിലെ ഉമ്മമാരെ, റസൂലുള്ളാഹിനെ നിങ്ങൾക്ക് മറക്കണോ? നബിത്തങ്ങളെ നിങ്ങൾ കൈവരിക്കുന്നതോ? മോളെ, നീ നിന്റെ മാറ് വലുതാക്കി റോട്ടിലൂടെ നടത്തുമ്പോ ഒരുപാട് റോട്ടിൽ പൊട്ടിപ്പിറഞ്ഞു പോയാൽ ആ പൊന്നു നബിയുടെ കയ്യിൽ നിന്ന് ഒരു തുള്ളി വെള്ളം നിനക്ക് ലഭിക്കുമോ? എങ്ങനെയാണ് മോളെ റസൂലുള്ളാഹിനെ നീ മറക്കുന്നത്? ആ നേതാവ് എത്ര സഹായിച്ചല്ലേ പാവപ്പെട്ട സ്ത്രീകളെ, പാവപ്പെട്ട ഉമ്മമാർക്ക് നബിത്തങ്ങളെ മാറ്റിവെക്കാൻ കഴിയോ? ഇസ്ലാമിനെ മാറ്റിവെക്കാൻ കഴിയോ? പർദ്ദ ധരിക്കുന്ന സ്ത്രീകൾ തന്നെ ഇടുപ്പുള്ള തിക്കുള്ള ശരീരത്തിന്റെ നിറവും ബന്ധവും വലുതാക്കപ്പെട്ട വിധത്തിൽ ഇതാ പർദ്ദ ഫാഷനാക്കി ധരിച്ചു നടക്കുന്നവരില്ലേ? അല്ലാഹുവിന്റെ ഹബീബിന് പൊരുത്തമുണ്ടോ? ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ സ്ത്രീകളോട് ഞാൻ ആ ഭാഗമെന്ന് പറയണമെന്നുണ്ട്. എന്റെ ചെറുപ്പക്കാരാ, തിക്കുള്ള ഫാൻസ് ധരിച്ചുകൊണ്ട് വളരെ വഴിയോരത്ത് നടക്കരുത്. രാത്രി സമയത്ത്, രാത്രി ഇശാ കഴിഞ്ഞ് 10 മണി 9 മണി കഴിഞ്ഞിട്ട് ഒരേ വീട്ടിൽ വന്നടയാതെ റോട്ടിലൂടെ നടക്കുന്ന കുട്ടികള്, 15 വയസ്സ് കഴിഞ്ഞ മുസ്ലിം കുട്ടികൾ, ആ മക്കളാണ് ലഹരികൾ അടിമപ്പെട്ടു പോകുന്നത്. ആ മക്കളാണ് കഞ്ചാവിന് അടിമപ്പെട്ടു പോകുന്നത്. ഓ പിതാക്കളെ, 15 വയസ്സ് കഴിഞ്ഞുപോയ ആൺകുട്ടികൾ, ആ മക്കൾ എവിടെയാണ്? രാത്രി എവിടെയാണ് പോകുന്നത്? എപ്പോഴാണ് വീട്ടിൽ വരുന്നത്? എപ്പോഴാണ് കുട്ടികൾ വന്ന് കിടന്നുറങ്ങുന്നത്? രാത്രി 12 മണിക്ക് ഉറങ്ങാതെ അങ്ങാടികളിലൂടെ നടക്കുന്ന മുസ്ലിം കുട്ടികളുണ്ടോ? ഓ മരിച്ച ആ മോനക്കുണ്ട് ഒരുപാട് നീ മുഖത്ത് കൈവെക്കില്ലേ? പിതാക്കളെ, ഉമ്മമാരെ, എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്? അതാ സ്വന്തം മോനക്കുണ്ട് ഈ രാജ്യത്ത് ജീവിതം നഷ്ടപ്പെട്ടു പോയി. രാജ്യത്ത് കട്ടവൻ ആരാണ്? പെണ്ണുപിടിച്ചവൻ ആരാണ്? അയൽപ്പറ്റക്കാരെ ശല്യപ്പെടുത്തവൻ ആരാണ്? അപ്പുറത്ത് കൊലപ്പെടുത്തവൻ ആരാ? ഇന്നാരിന്ന ഹാജിയുടെ മകനല്ലയോ? അതിനുള്ള കാരണം പാതിരാ സമയത്ത് രാത്രി ഉറങ്ങാതെ റോട്ടിലൂടെ നടക്കുന്നു. മാതാപിതാക്കളോട് റസൂലുള്ള പറഞ്ഞു, ഈയാക്കുമ്പൽ ഗുരുസത്തിരുപ്പാൻ, നിങ്ങളുടെ മക്കളൊക്കെ രാത്രി വീട്ടിൽ വന്നടയാതെ റോട്ടിലൂടെ അങ്ങാടികളിലൂടെ നടക്കുന്നത് സൂക്ഷിച്ചോ മരിച്ച. ആ കുട്ടികളാണ് ലഹരികൾക്ക് അടിമപ്പെട്ടു പോകുക. അവരാണ് കഞ്ചാവിന് അടിമപ്പെട്ടു പോകുന്നത്. അവരാണ് ചീട്ട് കളിക്കുന്നത്. അവരാണ് കല്ല് കുടിക്കുന്നത്. ഗൗരവത്തോടുകൂടെ റസൂലുള്ള പഠിപ്പിച്ചില്ലേ? ഇരിക്കട്ടെ, ആ ഭാഗം നമുക്ക് പറയാം. എന്റെ ചെറുപ്പക്കാരെ, ആ പെൺകുട്ടിയെ മറന്നുകൊണ്ട് നിങ്ങൾക്ക് ക്യാരംസ് കളിച്ച് ഉല്ലസിക്കാൻ കഴിയോ? ഓ അനുജ, നീ നിന്റെ നാടിന്റെ ചുവട്ടിൽ ഒരു തരം പുകഴ വെക്കുന്നില്ലേ? ഒരേ കോഴിക്കോട് പട്ടണത്തോടെ നടക്കുന്ന 10 വയസ്സുള്ള കുട്ടികൾ, എന്റെ മാതാപിതാക്കളെ, അവരുടെ നാടിന്റെ താഴ്ഭാഗമെന്ന് പരിശോധിക്കുക. ഒരു തരം ലഹരിയുള്ള പുകഴ വെച്ചിട്ടില്ലേ? 10 വയസ്സുള്ള കുട്ടി, ഓ കുട്ടിയതാ ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്. മറ്റു മതവിശ്വാസികളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, നമ്മുടെ മക്കളെ കുറിച്ചാണ്. മാതല്ല, താൻ പണിയുന്ന അടിമപ്പെട്ടുപോയ നമ്മുടെ മക്കൾ എന്തെല്ലാം കൺമുമ്പിൽ കാണുന്നു. എന്തോന ഐശ്വര്യത്തും നാടുകളൊക്കെ തൂക്കിയിട്ട് ചവച്ച് നടത്തുന്നൊരവസ്ഥ
ആഖിറത്തിൽ കാണാൻ പോകുകയാണ്. അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ എല്ലാ ആളുകളും അവിടെ നിന്ന് നിലവിളിക്കുന്നു. അതേ, ഇതെന്തൊരു ദുർഗന്ധമാണ് പടച്ചവരെ, ഇതെന്തൊരു ദുർഗന്ധമാണ്. ഭൂമി ലോകത്ത് കള്ളുകുടിച്ച മുസ്ലിമായ മനുഷ്യന്റെ, ആ ചെറുപ്പക്കാരന്റെ നാവിലൂടെ ഒഴുകി വരുന്ന ദുർഗന്ധമാണ്. മാതല്ലാ, എന്റെ അനുജന്മാരെ, റസൂലുള്ള പഠിപ്പിച്ചില്ല മോനെ, നീ നിന്റെ ജീവിതത്തിൽ ഒരു തുള്ളി കല്ല് കുടിക്കാൻ പോകണ്ട. യഖ്റുജു ശാരിബുൽ ഖംറി യൗമൽ ഖിയാമത്തി അൻതന മിനൽ ജീസാ. മാസങ്ങൾക്ക് മുമ്പ് ചത്തുകിടക്കുന്ന പട്ടിയുടെ ദുർഗന്ധം എത്രയാ. ആ പട്ടിയെ കുടിച്ചു മൂടാതെ വീടിന്റെ വരാന്തയിൽ വെച്ചു പോയാൽ, മാസങ്ങൾക്ക് മുമ്പ് ചത്തുപോയ പട്ടിയെ കുടിച്ചു മൂടാതെ വീടിന്റെ വരാന്തയിൽ വെച്ചാൽ ആ പട്ടിയുടെ ദുർഗന്ധം എത്രയാണ്. അതിനേക്കാളും വലിയ ദുർഗന്ധമാണ് ഒരു തുള്ളി കള്ളു കുടിച്ച മുസ്ലിമിന്റെ വായുവിലൂടെ ഒഴുകുന്നത്. മഅദല്ലാ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ എത്ര കുട്ടികളാ കള്ളു കുടിക്കുന്നത്. എന്റെ പിതാക്കളെ, ഉമ്മമാരെ, ഈ കാലഘട്ടത്തിൽ 100% എന്തുകൊണ്ടും ചിന്തിക്കേണ്ടവരല്ലേ നമ്മുടെ കുട്ടികൾ എവിടെയാണ്? ഒരു ഭാഗത്ത് ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾ, കോളേജിലേക്ക് പോകുന്ന കുട്ടികൾ, അത് വേറെ ഭാഗത്താകുമ്പോ സ്കൂളിൽ പോകാത്ത മക്കള്, പഠനത്തിൽ നിന്നും മാറി നിൽക്കുന്ന കുട്ടികൾ, അവരതാ രാത്രി ഉറക്കമില്ലാതെ റോഡരികിലൂടെ നടക്കുമ്പോ, റോട്ടിലൂടെ ചുറ്റി നടക്കുമ്പോ അവർക്ക് രാത്രി ഉറക്കമില്ല. അവർ ചെയ്തു കിട്ടുന്ന അക്രമങ്ങള്, ചെയ്തു കിട്ടുന്ന കൂട്ടാട്ടങ്ങള് നിരവധിയാണ് എങ്കിൽ എന്റെ പിതാക്കളെ, നമ്മുടെ ഡിഗ്രിക്ക് പഠിക്കാൻ പോകുന്ന ബിഎ പഠിക്കുന്ന പെൺകുട്ടികള്, ഞാൻ ഈ പ്രസംഗിക്കുമ്പോ ഞാൻ ബിഎ പഠിക്കാൻ ഒരു കുട്ടിയെ പറഞ്ഞേക്കരുത് എന്നല്ല പറയുന്നത്. ഞാനതിന്റെ വിരോധിയാണെന്ന് വിചാരിക്കണ്ട. ഞാൻ എന്റെ മക്കളോട്, എന്റെ താല്പര്യങ്ങളോട് നിർബന്ധമായി, മക്കളെ, നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കണം, ബിഎ വേണ്ടതുണ്ടോ ബികോമിന് പഠിക്കുക, എമ്മക്ക് പഠിക്കാൻ കഴിയുമെങ്കിൽ പഠിക്കണം, നിർബന്ധിച്ച് പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ ശബ്ദം കേൾക്കുന്ന രക്ഷിതാക്കളെ, എന്റെ ചെറുപ്പക്കാരെ, പിതാക്കളെ, ഉമ്മമാരെ, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പഠനത്തിന്റെ വിരോധിയാണ് നിങ്ങൾ വിചാരിക്കരുത്. എന്തുകൊണ്ടും കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചേ പറ്റൂ. ഭൗതികപരമായി എത്ര കണ്ട് പഠിപ്പിക്കാൻ പറ്റൂ, പഠിപ്പിച്ചേ പറ്റൂ. മതപരമായി നമ്മുടെ മക്കളെ എത്രത്തോളം പഠിപ്പിക്കാൻ പറ്റും നാം പഠിപ്പിക്കുക. പക്ഷേ നമ്മുടെ കുട്ടികൾ വെക്കേഷൻ ടൈമാണ്, വെക്കേഷൻ സമയമാണ്. 4-5 ദിവസമൊക്കെ 18-20 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികൾ ഉല്ലാസയാത്ര ചെയ്യുമ്പോ, ഓ മനുഷ്യ, എവിടെയാണ് 5 ദിവസം മനുഷ്യ നിന്റെ ആ 18 വയസ്സുള്ള പെൺകുട്ടി കിടന്നിറങ്ങിയത്? ആരുടെ കൂടെയാണ് സഞ്ചരിച്ചത്? ആരുടെ കൂടെയാണ് നടന്നത്? സന്തോഷിക്കുന്ന പിതാവേ, സന്തോഷിക്കുന്ന സ്ത്രീകളെ, 4-5 ദിവസം നമ്മുടെ പെൺകുട്ടികൾ നാട് വിട്ട് വീടുവിട്ട് ഉല്ലാസയാത്രയുമായി പോയിട്ട് എത്ര ആളുകളെ കൂടെ സഞ്ചരിച്ചു, എവിടെയെല്ലാം പോയി. മഅദല്ലാ, 18 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയുടെ കൂട്ടുകാരാരാ? ബസ് ജീവനക്കാർ മുതൽ ഓട്ടോ ഡ്രൈവർമാർ വരെ അവളുടെ പരിചയക്കാരല്ലേ? അതോ ബിഎ പഠിക്കാൻ പോകുന്ന നമ്മുടെ പെൺകുട്ടിയെ നാമം ഓർത്തിട്ടുണ്ടോ? നല്ല നല്ല മക്കളുണ്ടോ? നല്ലവണ്ണം നോക്കുന്ന രക്ഷിതാക്കളുമുണ്ടോ? എത്രയോ പെൺകുട്ടികള് എന്റെ മോള് എങ്ങനെയാണ് പോകുന്നത്? 4 മണിക്ക് സ്കൂൾ വരുന്നെങ്കിൽ, കോളേജ് 4 മണിക്ക് വരുന്നെങ്കിൽ, 4:30 മണിക്ക് വീട്ടിൽ എത്തിയില്ലെങ്കിൽ നീ എവിടെയാണ് പോയത്? അരമണിക്കൂർ എവിടെയായിരുന്നു? ചോദിക്കുന്ന നിരവധി മാതാപിതാക്കളുണ്ട്.
ഞാൻ എന്റെ പിതാക്കളോട് ഈ സമയം ചോദിക്കട്ടെ, നമ്മുടെ കുട്ടികള്, പെൺകുട്ടികള് അവിടുന്ന് ഉല്ലാസ യാത്ര തിരിച്ച് നാട് ചുറ്റി വരുമ്പോ ഞാൻ എന്റെ പിതാക്കളോട് ഈ സമയം ചോദിക്കട്ടെ, നമ്മുടെ കുട്ടികള്, പെൺകുട്ടികള് അവിടുന്ന് ഉല്ലാസ യാത്ര തിരിച്ച് നാട് ചുറ്റി വരുമ്പോ ഒരു വാക്ക് ചോദിക്കാൻ ഉമ്മമാരെ, ആ കുട്ടികളെ ഉപ്പമാരെ ചോദിക്കുമ്പോ നിങ്ങളല്ലയോ തടസ്സപ്പെടുത്തുന്നത്? എന്റെ കുട്ടി അങ്ങനത്തെ കുട്ടിയല്ല, എന്റെ കുട്ടി അതാ അങ്ങനത്തെ വേണ്ടാത്തരത്തിലൊന്നും പെടില്ല. കുട്ടികൾ അമിതമായി സ്നേഹിച്ച്, കുട്ടികൾ അമിതമായി വിശ്വസിച്ച് നടക്കുന്ന ഉമ്മമാരെ, ആ കുട്ടിയുടെ ചാരിത്രശുദ്ധി പറയും വെച്ചില്ലേ? ആ കുട്ടിയുടെ വയറ്റിൽ അമുസ്ലിമായ മനുഷ്യന്റെ മക്കളില്ലേ? അതേ മനുഷ്യ, ഈ കാണുന്ന പെൺകുട്ടിയുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടിയാരാ? അമുസ്ലിമിന്റെ മക്കളാ. ഇവരുടെ ഭർത്താവ് ആരാ? അമുസ്ലിം ഭർത്താവല്ലോ. മാതല്ലോ ക്യാമ്പസിലെ ആൺകുട്ടികളെല്ലാം അവിടെ ബോയ് ഫ്രണ്ടുമാരല്ലേ? ഏത് ആൺകുട്ടികളാണ് ഒരിവോ, ഏത് ആൺമക്കളാണ് ഒരിവോ? ഈ രാജ്യത്തുള്ള കാലഘട്ടത്തിലുള്ള പഠനത്തെക്കുറിച്ചുള്ള രീതിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ക്യാമ്പസിലുള്ള ഒരൊറ്റ ആൺകുട്ടി അവൾക്ക് ഒരിവുണ്ടോ? എല്ലാ ആൺമക്കളും അവിടെ ബോയ് ഫ്രണ്ടുമാരല്ലയോ? മാതല്ലോ വീട്ടുകാർ പോലും അറിയാത്ത അവരുടെ മൊബൈൽ ഫോണിൽ പരപുരുഷന്മാരുടെ നീണ്ട നമ്പറുകളില്ലേ? ആരാണ് പിതാക്കളെ കാണുന്നത്? ആരാണ് പിതാക്കളെ അത് നോക്കുന്നത്? നമ്മുടെ 15 വയസ്സ് പ്രായമുള്ള പ്ലസ് പഠിക്കുന്ന പെൺകുട്ടിക്ക് മൊബൈൽ ഫോൺ കൊടുത്ത മനുഷ്യ, അതേ പെൺമക്കളുടെ കയ്യിൽ മുസ്ലിമായ മനുഷ്യന്റെ മക്കളില്ലേ? അതേ മനുഷ്യ, ഈ കാണുന്ന പെൺകുട്ടിയുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടിയാരാ? അമുസ്ലിമിന്റെ മക്കളാ. ഇവരുടെ ഭർത്താവ് ആരാ? അമുസ്ലിം ഭർത്താവല്ലോ. മാതല്ലോ ക്യാമ്പസിലെ ആൺകുട്ടികളെല്ലാം അവിടെ ബോയ് ഫ്രണ്ടുമാരല്ലേ? ഏത് ആൺകുട്ടികളാണ് ഒരിവോ, ഏത് ആൺമക്കളാണ് ഒരിവോ? ഈ രാജ്യത്തുള്ള കാലഘട്ടത്തിലുള്ള പഠനത്തെക്കുറിച്ചുള്ള രീതിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ക്യാമ്പസിലുള്ള ഒരൊറ്റ ആൺകുട്ടി അവൾക്ക് ഒരിവുണ്ടോ? എല്ലാ ആൺമക്കളും അവിടെ ബോയ് ഫ്രണ്ടുമാരല്ലയോ? മാതല്ലോ വീട്ടുകാർ പോലും അറിയാത്ത അവരുടെ മൊബൈൽ ഫോണിൽ പരപുരുഷന്മാരുടെ നീണ്ട നമ്പറുകളില്ലേ? ആരാണ് പിതാക്കളെ കാണുന്നത്? ആരാണ് പിതാക്കളെ അത് നോക്കുന്നത്? നമ്മുടെ 15 വയസ്സ് പ്രായമുള്ള പ്ലസ് പഠിക്കുന്ന പെൺകുട്ടിക്ക് മൊബൈൽ ഫോൺ കൊടുത്ത മനുഷ്യ, അതേ പെൺമക്കളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടാകുമ്പോ നിരവധി ആൺകുട്ടികളുടെ നമ്പറുകൾ ഉണ്ട് എങ്കിൽ ആരാണ് നോക്കുന്നത്? ഇതാരുടെ നമ്പറാ? ഇവൾ എവിടത്തേക്കാ പോകുന്നത്? രാവിലെ കോളേജിലേക്ക് പോകുന്ന പെണ്ണ് അവൾ കോളേജിൽ എത്തുന്നുണ്ടോ? 8 മണിക്ക് വീട്ടിൽ നിന്ന് കുളിച്ച് വൃത്തിയായി ഇറങ്ങുന്ന പെൺകുട്ടി അവിടെ പ്രേമിയായ മനുഷ്യന് അവന് ഫോൺ ചെയ്യുകയാണ്. എന്നിട്ട് കോളേജിലേക്കല്ല പോകുന്നത്, അവരതാ പോകുന്നത് മറ്റൊരു റൂമിലേക്കാണ്, മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. മൊബൈൽ ഫോൺ കൊണ്ട് ലഭിച്ച ഗുണമല്ലോ? എത്ര പെൺകുട്ടിയുടെ കരങ്ങളിലാണ് ഫോൺ കൊടുക്കുന്നത്? അല്ലയോ മാതാപിതാക്കളെ, നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്തണോ? നമ്മുടെ മക്കളെ നിങ്ങൾക്ക് ആഖിറത്തിൽ വേണോ? ഉപ്പാ എന്ന് ആഖിറത്തിൽ വിളിക്കണോ? പെൺകുട്ടിയുടെ കയ്യിൽ മൊബൈൽ കൊടുത്തു പോകണ്ട, അതിന് വേണ്ടി 10 കാശ് കൊടുത്തു പോകല്ല. ഞാനിത് പറയുമ്പോ നിങ്ങൾക്കൊരു വേറെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞേക്കില്ല.
ഇൻഷാ അല്ലാഹ് ഫലത്തിൽപ്പെടുമ്പോ അനുഭവിക്കുമ്പോഴാണ് നാമത്തെ പെട്ടുപോകുന്നത്. പിന്നത്തെ വിഷമിച്ചിട്ട് കാര്യമുണ്ട്. എത്രത്തെ കുട്ടികളാണ് കോഴിക്കോട് വന്ന് ഹോസ്റ്റലിൽ താമസിച്ചിട്ട് അവസാനം അമുസ്ലിമായ ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്നില്ലേ? എത്ര മുസ്ലിം പെൺകുട്ടികളാണ് അമുസ്ലിം കുട്ടികളെ കോഴിക്കോട് ഹോസ്റ്റലിൽ വന്ന് താമസിച്ച് ദ്വീപുകളിൽ നിന്നും മറ്റും താമസിച്ച് മുസ്ലിം പെൺകുട്ടികള് എത്രയോ മുസ്ലിം കുട്ടികളെ പ്രസവിച്ചല്ലോ. അള്ളാഹു കാക്കുമാറാവട്ടെ, അള്ളാഹു നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. വല്ലാത്തൊരവസ്ഥയിലാണ് ഇന്ന് മനുഷ്യ ജീവിതമുള്ളത്. പക്ഷേ നമ്മൾ മുസ്ലിമീങ്ങളാണ്. നമ്മുടെ കുട്ടികളും നമ്മുടെ എല്ലാം ശ്രദ്ധിക്കേണ്ടവർ നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് പറഞ്ഞു വരുന്നത്, ഞാൻ ഈ ഘട്ടത്തിൽ പറയുന്നത്, ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി പാപങ്ങളായ നമുക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി വിട പറഞ്ഞ മുഹമ്മദ് റസൂലുള്ളാഹി ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറക്കാൻ എന്റെ പൊന്നു ഉമ്മമാരെ നമുക്കൊക്കെ പറ്റുമോ? കണ്ടോ റസൂലുള്ള നടന്നു പോകുമ്പോ പ്രായമുള്ള ഉമ്മ വലിയൊരു പാത്രം പിടിച്ച് റോഡരികിൽ നിൽക്കുകയാണ്. അതേ റോഡരികിൽ ഒരു ഭാഗത്തിരിക്കുകയാണ്. പൈപ്പിന്റെ ചുവട്ടിൽ എപ്പോഴാണ് വെള്ളം വരുന്നത് ആ ഉമ്മ കാത്തിരിക്കുകയാണ്. ആ സമയത്താണ് വടിയിലൂടെ റസൂലുള്ള സഞ്ചരിക്കുന്നത്. പ്രായമുള്ള ഉമ്മയുടെ ചാരത്ത് ചെന്നുകൊണ്ട് യാ ഉമ്മ, എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? മോനെ, കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല. എന്റെ പേരക്കുട്ടികളൊക്കെ വെള്ളമില്ലാതെ പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പൈപ്പിൽ എപ്പോഴാ വെള്ളം വരുന്നത്? ചൂട് സഹിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. അതേ, ഈ കാണുന്ന കിണറുകളുടെ വെള്ളം ഉപ്പുവെള്ളമാണ്. ഉമ്മ, ആ കാണുന്ന കിണറ്റിലെ വെള്ളമോ? മോനെ, അതൊക്കെ ഉപ്പുവെള്ളമാണ്. പ്രായമുള്ള ഉമ്മയുടെ വാക്ക് കേട്ടപ്പോ റസൂലുള്ള തൊട്ടരികിലുള്ള കിണറ്റിന്റെ അരികിൽ ചെന്നുകൊണ്ട് ലോകത്തിന്റെ നേതാവ് ആ കാണുന്ന കിണറ്റിൽ ചെന്നുകൊണ്ട് മജ്ജസിഹ അതിലേക്കൊന്ന് തൊട്ടിയപ്പോ ആ തേൻപുല്ല്, അവിടുത്തെ ഉപ്പുവെള്ളം തേൻപുല്ലുകളെ പോലെയുള്ള മാധുര്യമുള്ള വെള്ളമായി മാറുന്നു. റസൂലുള്ള ഒരു പിടി മണ്ണ് അതിരുന്ന അല്പം വെള്ളമെടുത്തുകൊണ്ട് ഈ ഉമ്മയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുമ്പോ ദാഹിച്ചവശയായ ഉമ്മ ആ വെള്ളമെന്ന് കുടിച്ചിട്ട്, മോനെ, എന്റെ മക്കളതാ പിടയുകയാണ്, എന്റെ കുട്ടികൾക്കല്പം വെള്ളം നൽകണോ? ആ വലിയ പാത്രം എടുത്തിട്ട് റസൂലുള്ള കിണറ്റിൽ നിന്ന് വെള്ളം മുക്കി ആ പാത്രം നിറയെ വെള്ളം കൊണ്ടുവന്ന് ഉമ്മയുടെ മുമ്പിലൊന്ന് വെച്ചപ്പോൾ വല്ലാത്ത സന്തോഷം, വല്ലാത്ത റാഹത്ത്. ആ സമയത്തും മറ്റ് നൂറുകണക്കിന് സ്ത്രീകള് വരെ ഞങ്ങൾക്കും വേണം വെള്ളം, ഞങ്ങൾക്കും വേണം അല്പം വെള്ളം, എല്ലാവരോടും പറയുന്നു അവിടെ പോയി വെള്ളം പിടിക്കാൻ. നേതാവായ നിമിത്തങ്ങൾ അവിടെ നിന്ന് പിടിക്കുന്നു. ആ സമയം ഹബീബായ നിമിത്തങ്ങളെ വിളിക്കുകയാണ് ഈ പ്രായമുള്ള ഉമ്മ, മോനെ, നിങ്ങളുടെ വീട് എവിടെയാൻ? എന്റെ രാജ്യം മക്കയിലാണ്, ഞാൻ മക്കക്കാരനാണ്, എന്റെ പേര് മുഹമ്മദാണ്. അതെന്ന് പറയുമ്പോ ഈ പ്രായമുള്ള ഉമ്മ, മോനെ, മക്കത്ത് മുഹമ്മദ് എന്ന പേരിൽ ഒരു കള്ളനബി വന്നിട്ടുണ്ട്, അവന്റെ കൂടെ നീ നടക്കരുത് കേട്ടോ. സുബ്ഹാനല്ലാഹ്. ആ ഉമ്മയെ സഹായിച്ച നേതാവ് റസൂലുള്ള ഈ ഉമ്മയുടെ വാക്ക് കേട്ടപ്പോ അവിടുന്ന് അറിയാതെ കരഞ്ഞുപോയി. പടച്ചവനെ, നടക്കാൻ പോലും കഴിയാത്ത ഈ പ്രായമുള്ള ഉമ്മയുടെ മനസ്സിലും എന്നെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിച്ചു പോയല്ലോ. റസൂലുള്ള ചോദിക്കുന്നു, ഉമ്മ, ആ മുഹമ്മദ് നബിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല മോനെ. ആ മുഹമ്മദ് നബിയെ കുറിച്ച് പരിചയമുണ്ടോ?
അങ്ങാടികൾ വെച്ച് പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്, അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല എന്നങ്ങ് പറഞ്ഞപ്പോ അതാ ഉമ്മയുടെ അരികിൽ വെച്ച് റസൂലുള്ള അവിടുന്ന് പറഞ്ഞു, ഉമ്മ അന റസൂലുള്ളാഹ് വ അന ഹബീബുല്ലാഹ്, ഞാനാണ് ഉമ്മ റസൂലുള്ളാഹ്, ഞാനാണ് ആ മുഹമ്മദ് നബി. ആ പ്രായമുള്ള ഉമ്മ മോനെ പൊരുത്തപ്പെടണം, അങ്ങാണ് മുഹമ്മദ് നബി എന്ന് ഞാൻ അറിയില്ല മോനെ. കേട്ടുകേൾവിയിലൂടെ പറഞ്ഞതായതാണ്. മഅദല്ലാഹ്, എത്ര ഉസ്താദുമാർ ആയിരക്കണക്കായ പാവപ്പെട്ട യതീമക്കളെ വളർത്തുന്ന അതേ നൂറുക്കണക്കിന് മദ്രസകളും പള്ളികളും എടുത്ത് നിങ്ങളിന്ന് പോയി നോക്കുക. അങ്ങ് അകലെ മദ്രാസിൽ 3000 പരം വരുന്ന ആളുകൾക്ക് നിസ്കരിക്കാനുള്ള വലിയ പള്ളിയതാ. ആയിരക്കണക്കായ യതീമക്കളെ വളർത്തുന്നൊരു ഉസ്താദ് അവിടെ പള്ളിയെടുത്ത് എടുത്തപ്പോ 5 വഖത്ത് നിസ്കരിച്ച് ജമാഅത്ത് നിസ്കാരത്തിന് വരുന്ന ആയിരക്കണക്കായ ആളുകൾ അല്ലാഹ് ആ ഉസ്താദിന് സ്വർഗ്ഗം കൊടുത്തു റബ്ബേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുമ്പോ 4-5 മദ്രസകള് 20-25 കിലോമീറ്ററിൽ ഒന്നുമില്ലാത്ത സ്ഥലത്തടാ വലിയ മദ്രസകൾ എടുത്തിട്ട് ആ മദ്രസയിൽ പഠിക്കാൻ പോകുന്ന കുട്ടികള് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ 10 വയസ്സും 9 വയസ്സും 12 വയസ്സ് പ്രായമുള്ളവരല്ലേ. അവരൊക്കെ അല്ലാഹ് ഇപ്പോഴെങ്കിലും ഞങ്ങൾക്ക് ദീൻ പഠിക്കാനുള്ള ഒരു അവസരവും മദ്രസയും ഉണ്ടാക്കി തന്ന ആ ഉസ്താദിന് സ്വർഗ്ഗം കൊടുക്കുക അല്ലാഹ്. അവിടുന്നൊക്കെ ദുആ ചെയ്യുമ്പോ ഒരു കുട്ടിയെ വളർത്താൻ, ഒരു മദ്രസ എടുക്കാൻ നമുക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ? പക്ഷേ തെറ്റിദ്ധരിച്ച് കേട്ടുകേൾവിയോട് അങ്ങനെയുള്ള സാധാരണക്കളെ ഉസ്താദുമാരെ എത്ര ആളുകളാ തെരുവിളിക്കുന്നത്, എത്ര ആളുകളാ ആക്ഷേപിക്കുന്നത്, എത്ര ആളുകളാ വിമർശിക്കുന്നത്. മഅദല്ലാഹ്, എന്റെ അനുജന്മാരെ പറയുന്നത് കേട്ടിട്ട് ഒരു ആലിമിനെ ആക്ഷേപിക്കണ്ട. പറയുന്നത് കേട്ടിട്ട് ഒരു സാധാത്തുക്കളെ, ഒരു സയ്യിദിനെ നീ ചീത്ത പറയണ്ടോ. ലിസാനക അൻ ഹമലത്തുൽ ഖുർആൻ വതുല്ലാബിൽ ഇൽമി കൗലാ യുമസ്സുക കിലാബുന്നാർ. മോരെ നിന്റെ നാവ് അടച്ചു വെക്കുക. അൻ ഹമലത്തുൽ ഖുർആൻ, ഖുർആനിന്റെ വാഹകരായ ആലിമീങ്ങൾ മുതഅല്ലിമീങ്ങൾ മനുഷ്യ എന്റെ ജീവിതത്തിൽ ആ പാപങ്ങളുടെ മനസ്സ് വേദനിക്കുന്നൊരു വാക്ക് പറഞ്ഞു പോകല്ല. ഒരേ കൈലായ മുസ്ലിക്ക കിലാബുന്നാർ. അവരെങ്ങാനും ഇന്ന് ലോകത്തില്ല എങ്കിൽ ആലിമീങ്ങൾ മുതഅല്ലിമീങ്ങളാകുന്ന പരമ്പരയില്ലെങ്കിൽ ഇന്ന് രാജ്യത്തിന്റെ അവസ്ഥ എന്താ? ദീനിന്റെ കാവൽഭടന്മാരാണ്. ആ കാവൽഭടന്മാർ നിങ്ങൾ വേദനിപ്പിക്കല്ല. കൈലായി മസ്ജിദക കിലാബുന്നാർ. നരകത്തിൽ ഒരുപറ്റം പട്ടികളെ അല്ലാഹു തആല തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. എന്തിനെന്നറിയോ? ആലിമീങ്ങളെ മുതഅല്ലിമീങ്ങളെ വേദനിപ്പിക്കുന്ന മനുഷ്യന്മാരെ പിച്ചു ചീന്താൻ വേണ്ടി ഒരുപറ്റം നായകളെ അല്ലാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്നു. മഅദല്ലാഹ്, ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന ഈ നാട്ടുകാരോട് ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ കേട്ടുകേൾവിയോട് ആരെയും ചീത്ത പറയണ്ട, ആരെയും വിമർശിക്കണ്ട, ആരെയും വേദനിപ്പിച്ചു പോകണ്ട, തമാശത്തിലോടും പറഞ്ഞു പോകരുത്. ബിലാൽ റളിയല്ലാഹു തആല അൻഹു, അതേ ബിലാലിനെ യാ അസ്വദ്, അബൂദറിയുടെ സാരി സഹാബികളാണ്. തമാശക്കെന്ന് വിളിച്ചുപോയി യാ ബിലാൽ. ബിലാലിനെ, അതേ ബിലാലിന്റെ ബാങ്കലി അതെന്തൊരു ആവേശമാണ്, എന്തൊരു ആഹ്ലാദമാണ്. ആ ബിലാലിനെ കുറിച്ചുകൊണ്ട് യാ അസ്വദ്, കറുപ്പായെന്ന് വിളിച്ചപ്പോ, കറുപ്പമെന്ന് വിളിച്ചപ്പോ യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, നബിയേ
എന്നെ അബൂദർ കറുപ്പെന്ന് വിളിച്ചു തങ്ങളെ റസൂലുള്ളാഹിന്റെ മുഖം ചുവന്നുപോയി. എന്റെ അബൂദർ ജാഹിലിയ്യ കാലത്തുള്ള സംസ്കാരം ഇപ്പോഴും മാറ്റെടുക്കാൻ എനിക്ക് സമയമായില്ലേ? അബൂദർ എന്ത് ചെയ്തു? എന്റെ ചെറുപ്പക്കാരെ ഉമ്മമാരെ, തെരഞ്ഞെടുപ്പ് കാലങ്ങൾ വന്നിരിക്കുകയാണ്. എത്ര പാവപ്പെട്ട മുഅ്മിനീങ്ങളാണ് അന്നും തെരഞ്ഞെടുച്ചുകൊണ്ട് നടക്കുന്നത്. ഓ അനുജാ, തെരഞ്ഞെടുപ്പ് വരുമ്പോ ഒരു മുസ്ലിമിനെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പറയാൻ റസൂലുള്ള അനുവദിച്ചിട്ടുണ്ടോ? ഇതാരോട് വാല് പറയാൻ? ഇന്ന് തലയിലൊക്കെ പലതും പിടിച്ചില്ലേ? തലയിലൊക്കെ ദൂരെ വലിച്ചെറിഞ്ഞുകൊണ്ട് ദുനിയാവ് അശോധിച്ചു വെച്ചിരിക്കുകയല്ലേ? കണ്ടോ, ബിലാലിനെ കറുപ്പെന്ന് വിളിച്ചപ്പോഴേക്കും റസൂലുള്ളാഹിന്റെ മുഖം ചുരുങ്ങുപോയി. യാ അബൂദർ, അബൂദറേ, നിന്റെ അമലുകൾ മുഴുവനും ലാ യഖ്ബലുല്ലാഹു മിൻഹാ സർഫൻ വലാ അദ്ലാ. അബൂദറേ, നിന്റെ എല്ലാ അമലുകളും സുന്നത്തുകളും ഫർളുകളുമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. എന്തെങ്കിലും നീ ചെയ്തത്? ആ ബിലാലിനെ കറുപ്പെന്ന് വിളിച്ചത് അതൊരു മുസ്ലിമായ കുട്ടിയല്ലേ? ആ കുട്ടിയെ വേദനിപ്പിക്കലല്ലേ? ഉടൻ തന്നെ അബൂദരോട് ചെന്നിട്ട് ബിലാൽ അവിടുത്തെ കവിളന്നേറ്റം മണ്ണിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട്, അബൂദറിന്റെ കവിളന്നേറ്റം മണ്ണിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട്, എന്റെ ബിലാൽ, എന്റെ മുഖത്ത് ചവിട്ടി നിൽക്കറേ, എന്റെ തലയിൽ ചവിട്ടി നിൽക്കറേ. എന്നാലല്ലാതെ അബൂദറിന്റെ തലയെടുക്കുകയില്ല, ഈ കവിളയെടുക്കുകയില്ല. മണ്ണിനോട് ചേർത്ത് വെച്ച് കിടക്കുമ്പോൾ ബിലാലിന്റെ അബൂദറിന്റെ തലയിൽ ചവിട്ടുന്നത്, ബിലാലിന്റെ അബൂദറിന്റെ മുഖത്ത് ചവിട്ടുന്നത്, അവിടുന്ന് തലയെടുക്കുന്നില്ല. പക്ഷേ ബിലാല് ചവിട്ടുന്നില്ല. നേരെ മറിച്ച് എല്ലാ ആളുകളും ചവിട്ടാൻ പറയേണ്ടിരുന്ന അബൂദറിന്റെ തലയെടുക്കുന്നത് അബൂദർ ഉറപ്പിച്ചു പോയി. എന്റെ ബിലാല് തന്നെ ചവിട്ടിയിട്ട് ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് പറയാത്ത കാലത്തോളം ഈ അബൂദർ തലയെടുക്കുകയില്ല. അവസാനം ബിലാൽ എന്ന സഹാബി അബൂദറിന്റെ തലയിലൊന്ന് ചവിട്ട് നിന്ന് ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്നു പറഞ്ഞപ്പോൾ അതാ അബൂദർ തലയെന്നോ പൊരുത്തിട്ട് ബിലാലിനെ ഖബ്ബലഹു ആനഖഹു, ബിലാലിനെ അടച്ചു കൂട്ടിക്കൊണ്ട് എന്റെ ബിലാൽ ആഖിറത്തിലേക്ക് നീട്ടിവെക്കരുത്. ഈ നശ്വരമായ ഭൗതിക ലോകത്ത് വെച്ച് ഞാനൊരു വാക്ക് തമാശ പറഞ്ഞു, മോനെ, ആഖിറത്തിലേക്ക് നീട്ടിവെക്കല്ല. ഒരു മുസ്ലിമിന്റെ കൽബ് വേദനിപ്പിക്കുന്ന ഒരു വാക്കുപോലും ജീവിതത്തിൽ പറഞ്ഞിടുന്ന ആഖിറത്തിൽ വല്ലാത്ത രക്ഷശിക്ഷയല്ലേ, വല്ലാത്ത അദാബല്ലേ. ഇന്ന അദാബ റബ്ബിക ലവാഖിഉ മാ ലഹു മിൻ ദാഫിഉ. പടച്ച റബ്ബിന്റെ അദാബ് തടുക്കാൻ ഒരു കുട്ടിക്കും സാധ്യമല്ല. ഞാനെന്റെ ശബ്ദം കേൾക്കുന്ന പിതാക്കളോട്, എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരോട്, എന്റെ സഹോദരി, എന്റെ അനുജന്മാരെ, ദീനിന്റെ പടയാളികളായ എന്റെ ചെറുപ്പക്കാരെ, തെരഞ്ഞെടുപ്പെടുത്തുകൊണ്ടിരിക്കുന്ന സമയം, അതാ തെരുവിളിക്കുന്ന കൂമ്പാരങ്ങൾ അടിച്ചു വീശുന്ന ഈ സമയത്ത് മുസൽമാൻ ആരെക്കുറിച്ചും നമ്മൾ തെരുവിളിക്കണ്ട. ഒരു മുസ്ലിമിന്റെ കൽബ് വേദനിപ്പിക്കണ്ട. ആ മുഅ്മിനായ മനുഷ്യന്റെ കൽബ് വേദനിപ്പിച്ചാൽ പിന്നെ നമ്മുടെ നിസ്കാരം ലാസ്വലാ, നമ്മുടെ നിസ്കാരം അസ്ഥാനത്താണ്, നമ്മുടെ ലോക അസ്ഥാനത്താണ്, എല്ലാം അസ്ഥാനത്തായി മാറും. മാതല്ലാ അദ്ദുനിയാ ജീസത്തുൽ മുസ്തഹീല. ഈ സത്യശമമായി കടൽ സത്യശമമായ ഈ ഭൗതിക ലോകത്ത് മറ്റൊരുത്തനെ വേദനിപ്പിച്ചുകൊണ്ട് മരിക്കുന്നൊരവസ്ഥ ഉണ്ടാക്കരുത് എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സാധുക്കളായ പാപങ്ങളാൽ കണ്ണീരൊടുക്കി വിട പറഞ്ഞ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഒരു അഖ്, ഒരു സുഹൃത്തിന് അഭിമാനം പറിച്ചു ചീന്തുന്ന ഒരു വാക്ക്
വാക്കോ പരസ്യമായോ അതല്ലെങ്കിൽ ഒറ്റക്കുരുത്തൽ വിളിച്ചിട്ട് പോലെ പറയല്ല മുസ്ലിമേ. മുഅ്മിനായ മനുഷ്യനെ അഭിമാനം നഷ്ടപ്പെടുത്തുന്നൊരു വാക്ക് പറഞ്ഞു പോകണ്ട. ഇത് പഠിപ്പിച്ച റസൂലുള്ളാഹിന്റെ കുട്ടികളാണ് നമ്മളൊക്കെ. അള്ളാഹു നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. നബി തങ്ങളുടെ പൊരുത്തം കെട്ടി മരിക്കാൻ ആഗ്രഹമുള്ളൊരു മനുഷ്യനത് പറയുമോ? ഒരിക്കലുമില്ല. ഞാൻ ഒന്നുകൂടെ പറയട്ടെ. നബി തങ്ങൾ അവിടെ നിന്ന് നടക്കുകയാണ്. എന്റെ ഉമ്മമാരെ, പ്രായമുള്ളൊരു ഉമ്മയെ രക്തത്തെ സഹായിച്ചു പോയവരെന്നും നമ്മൾ പറഞ്ഞു, കാട്ടറബിയെ സഹായിച്ചു പോയവരെന്നും നമ്മൾ പറഞ്ഞു. എന്നുകൂടെ ഞാൻ പറയാം. അവിടെ നിന്ന് നടക്കുന്നു. അതാ ചെറിയൊരു ചെത്തക്കുടിവിന്റെ താഴ്ഭാഗത്ത് നിന്നുകൊണ്ട് മിണ്ടാൻ കഴിയാത്തൊരു ജീവി സംസാരിക്കാൻ പോകുകയാണ്. ഒരു മാൻകുഞ്ഞതാ നബി തങ്ങളെ വിളിക്കുന്നു. യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളെ മാടി വിളിക്കുന്നു. ഓ നബിയേ, ഞാൻ ഇന്നലെ പ്രസവിച്ച 2 കുട്ടികളുടെ ഉമ്മയാണ്. എന്നെ ഈ വീട്ടുകാരൻ വേട്ടയാടി പിടിച്ചിരിക്കുകയാണ്. എന്നെ അടിച്ചുവിട്ടാൽ ഞാൻ ഓടിപ്പോയി എന്റെ കുട്ടികൾക്ക് പാല് കൊടുത്തിട്ട് തിരിച്ചു വരാൻ ഒന്നടിച്ചു വിടുമോ നബിയേ? അല്ലാഹുവിന്റെ ഹബീബതാ മാൻകുട്ടിയെ അടിച്ചുവിടുന്നു. ആ മാൻകുഞ്ഞ് സലാം പറഞ്ഞു ഓടുകയാണ്. വീട്ടുകാരൻ വന്നു നോക്കുമ്പോ മാൻകുട്ടിയെ കാണുന്നില്ല. ഉടൻ തന്നെ ആ വീട്ടുകാരന്റെ ചോദ്യം, എന്റെ മാൻകുട്ടി എവിടെയാണ്? റോഡിൽ നിൽക്കുന്ന ഹബീബിന്റെ മറുപടി, മോരെ, അത് ഇന്നലെ പ്രസവിച്ച 2 കുട്ടികളുടെ ഉമ്മയാണ്. ആ മക്കൾക്ക് പാല് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അടിച്ചുവിട്ടതാണ്. ഇൻഷാ അല്ലാഹ് അല്പസമയത്തിനുള്ളത് തിരിച്ചു വരുന്നതാണ്. ഏതോ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന ജീവിയെ അടിച്ചുവിട്ടാൽ അത് തിരിച്ചു വരുമെന്നോ? എന്താണ് പറയുന്നത്? അതോ ലോകത്തിന്റെ നേതാവിനെ അടിക്കാൻ അവിടുത്തെ കയ്യൊന്നു നീട്ടിയപ്പോൾ മോരെ, ആ ജീവി വന്നില്ലെങ്കിൽ അടിച്ചാൽ പോരയോ? മാൻകുഞ്ഞ് വന്നില്ലെങ്കിൽ അടിച്ചാൽ പോരയോ? ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങളെന്ന് പറയുമ്പോ ആ ഹബീബായ തങ്ങളെ ചീത്ത പറയുന്നു, അടിക്കാൻ കൈവീണ്ടും പൊക്കുന്നു. ആ സമയത്ത് അങ്ങ് അതിൽ നിന്ന് ഓടി വരുന്നു. ഈ മാൻകുഞ്ഞരാ ചാടി ചാടി വന്നുകൊണ്ട് റസൂലുള്ളാഹിയുടെ മടിയിൽ 2 കൈ അങ്ങ് വെച്ചിട്ട്, യാ ഹബീബല്ലാഹ്, യാ റസൂലല്ലാഹ്, യാ ശഫീഅൽ മുദ്നിബീൻ, തങ്ങളെ സമയം വൈകിപ്പോയ നബിയേ, നബിയേ, സമയം വൈകിപ്പോയ നബിയേ, ഞാൻ എന്റെ മക്കളോട് പറഞ്ഞു, എന്റെ കുട്ടികളെ പെട്ടെന്ന് കുടിക്കണം, റസൂലുള്ള എന്നെ അടിച്ചുവിട്ടതാണ്. അപ്പൊ എന്റെ കുട്ടികൾ കണ്ണീരോടെ പറഞ്ഞു, ഉമ്മ, റസൂലുള്ള ഞങ്ങൾക്കും അനുഗ്രഹമാണ് ഉമ്മ. ഉമ്മ, റസൂലുള്ളാഹിനോട് പറഞ്ഞാൽ മതി, എന്റെ മക്കൾ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അല്പം കൂടുതൽ കുടിച്ചു അങ്ങനെ സമയം വൈകിയതാണ്. റസൂലുള്ള വെറുക്കൂല ഉമ്മ, റസൂലുള്ള മറക്കൂല ഉമ്മ. ഉമ്മ, പാവപ്പെട്ട കുഞ്ഞുങ്ങളായ ഞങ്ങളെ ആ പൊന്നുനബി മറക്കില്ല ഉമ്മ. ഈ മിണ്ടാൻ കഴിയാത്ത ജീവി റസൂലുള്ളാഹിന്റെ മടിയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അവിടുത്തെ കൈ പിടിച്ചിട്ട് വീട്ടുകാരനെ ഏൽപ്പിക്കുന്ന സമയത്ത് ആ വീട്ടുകാരൻ, യാ റസൂലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, തൗഹീദിന്റെ മുദ്രാവാക്യം മുടക്കി പവിത്രമായ ദീനിലേക്ക് കടന്നു വന്നുകൊണ്ട്, നബിയേ, തങ്ങളാണ് എന്ന് ഞാൻ അറിയൂല നബിയേ, അങ്ങയെ അടിക്കാൻ നീട്ടിയ കയ്യെനിക്ക് വേണ്ട, ഞാനെന്ത് ചെയ്യണം നബിയേ?
ആ ലോകത്തിന്റെ നേതാവ് ഈ വീട്ടുകാരനോട് പറയുന്നു, മോനെ, പാവപ്പെട്ട കുട്ടികളെ പ്രസവിച്ചൊരു തള്ളയല്ലേ, ഉമ്മയല്ലേ, ആ മാൻകുട്ടിയൊന്ന് അടിച്ചു വിട്ടുകൂടെ? അതാ ഓടിച്ചെന്ന് ഈ വീട്ടുകാരൻ, ഈ ചെറുപ്പക്കാരൻ ആ മാൻകുട്ടിയെ അടിച്ചു വിട്ടപ്പോൾ റസൂലുള്ളാഹിന്റെ അരികിലേക്ക് സന്തോഷം കൊണ്ട് അതാ മാൻകുഞ്ഞ് പോവുകയല്ലേ മക്കളുടെ അരികിലേക്ക്. വല്ലാത്ത സന്തോഷത്തോടെ കരഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ അരികിൽ വന്നു അവിടുത്തെ മുഖത്തതാ ഉമ്മ വെച്ചുകൊണ്ട്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, പൊന്നുനബിക്ക് സലാം ചൊല്ലിക്കൊണ്ട് പോയില്ലേ ഈമാനുള്ള പിതാക്കളെ, ഉമ്മമാരെ. ആ മാൻകുട്ടിയെ സഹായിച്ചു പോയ നബി മുഹമ്മദ് റസൂലുള്ളാഹി, ആ നബി തങ്ങളെ മറന്നു നടക്കാൻ എന്റെ ചെറുപ്പക്കാരെ നമുക്ക് കഴിയോ? ആ നബി തങ്ങളാണ് പറഞ്ഞത്, മക്കളെ, ജീവിതത്തിൽ ഒരു വക്കത്ത് നിസ്കാരം നിങ്ങൾ ഖളാ ആക്കി പോകരുത്. ജീവിതത്തിൽ ഒരു വക്കത്തോ ഏത് നിർണായക ഘട്ടമാണെങ്കിലും ഒരു വക്കത്ത് നഷ്ടപ്പെടുത്തല്ല. എത്രത്തോളമെന്നറിയോ? യുദ്ധം ശക്തിയായി കൊണ്ടിരിക്കുന്ന സമയത്തോ എന്റെ ചെറുപ്പക്കാരാ, നബി തങ്ങളുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കാൻ ആഗ്രഹിക്കുന്ന എന്റെ അനുജന്മാരെ, ശക്തിയായ യുദ്ധം നടക്കുകയാണ്. ആ സമയത്ത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ അപ്പോഴാണ് ബാങ്ക് വിളിക്കുന്നത് പള്ളിയിൽ നിന്ന്, ഹയ്യാലസ്സലാ, നിസ്കാരത്തിന് ബാങ്ക് വിളിക്കുമ്പോ മഗ്‌രിബ് ബാങ്കാണെങ്കിൽ അതിന്റെ സമയമതാ നഷ്ടപ്പെട്ടു പോവുകയാണ്, അതിന്റെ സമയമതാ കഴിയാൻ പോവുകയാണ്. ഓ സഹാബത്തേ, ആ മഗ്‌രിബ് ഇശാഇലേക്ക് നീട്ടിവെക്കല്ല. വലിയ ശത്രുക്കളൊക്കെ ഖിബ്ലയുടെ ഭാഗത്ത് നിൽപ്പുണ്ട്. ഞങ്ങളൊന്ന് സുജൂദിലേക്ക് പോയാൽ, ഞങ്ങളതാ സുജൂദിലേക്ക് ഞങ്ങളുടെ തലയൊന്ന് കുറിച്ചാൽ അവരൊക്കെ വന്ന് ഓടിവന്ന് ഞങ്ങളുടെ തലയെടുത്ത് കളയില്ലേ? ആ സമയത്ത് ഞങ്ങളുടെ നിസ്കാരം ഒന്ന് ഖളാ ആക്കിക്കൂടെ? എന്റെ ജ്യേഷ്ഠാനുജന്മാരെ, അവിടുത്തെ മറുപടി, ഒരിക്കലും നിസ്കാരം ഖളാ ആക്കിക്കൂടാ. നിസ്കാരം ഖളാ ആക്കുന്ന മനുഷ്യന് ഒരു തുള്ളി വെള്ളമില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു സെറ്റിലുള്ള ആളുകൾ സുജൂദിലേക്ക് പോകുമ്പോ രണ്ടാമത്തെ സെറ്റിലുള്ളവർ എഴുന്നേറ്റ് നിൽക്കട്ടെ. രണ്ടാമത്തെ സെറ്റുകാർ സുജൂദിലേക്ക് പോകുമ്പോ ഒന്നാം സെറ്റുകാർ എഴുന്നേറ്റ് നിൽക്കട്ടെ. എന്നാലും മുസ്ലിമീങ്ങളെ, ഒരു വക്കത്തെ നിസ്കാരം ഖളാ ആക്കുന്ന ചെറുപ്പക്കാരന് ആഖിറത്തിൽ രക്ഷയില്ല. റോഡരികിലൂടെ സഞ്ചരിക്കുകയാണ് എന്റെ ചെറുപ്പക്കാരാ, അപകടത്തിൽപ്പെട്ട് കൈകാലുകൾ തെറിച്ചു കിടക്കുകയാണ്. മോരെ, അപ്പോഴല്ലേ നിന്റെ പള്ളിയിൽ നിന്ന് ഹയ്യാലസ്സലാ ബാങ്കെന്ന് കേൾക്കുന്നത്? ആ സമയത്ത് ആ മണിപ്പിടയുന്ന മനുഷ്യന് നിസ്കാരം മറ്റൊരു വക്കത്തിലേക്ക് നീട്ടിവെക്കാൻ പാടില്ല. ആരിഫീനെ പഠിപ്പിക്കുന്ന മോനെ, നിന്ന് നിസ്കരിക്കാൻ കഴിയില്ല, അത്ര വലിയ മുറിവുകളാണ്, നിന്റെ കാലുകളൊക്കെ മുറിഞ്ഞു കിടക്കുകയാണ്. പ്രിയപ്പെട്ട മുസൽമാൻ, നീ കിടന്ന് നിസ്കരിച്ചോ? ഇരിക്കാൻ കഴിയുന്നില്ല മോനെ, നിന്റെ നിസ്കാരം മറ്റൊരു വക്കത്തിലേക്ക് നീട്ടിവെക്കരുത്. നീ കിടന്ന് നിസ്കരിച്ചോ? കിടക്കാൻ കഴിയുന്നില്ല, ഒരു ഭാഗത്തേക്കും ശരിയാൻ കഴിയുന്നില്ല, അത്രയും വലിയ മുറിവുകളാണ്. എന്നാലും ഒരു വക്കത്തെ നിസ്കാരം മറ്റൊരു വക്കത്തിലേക്ക് നീട്ടിവെക്കരുത്. നിന്റെ കണ്ണുകൊണ്ട് ആങ്ങും കാണിച്ച് നിസ്കരിക്കരുത്. കണ്ണൊന്ന് അനക്കാൻ കഴിയുന്നില്ല, അത്രയും വലിയ മുറിവുകളാണ്. എന്നാൽ മറേ നിന്റെ കൽബ് കൊണ്ട് നിസ്കരിക്കുക. എന്നാലും നിസ്കാരം മാറ്റിവെക്കല്ല. എന്റെ അനുജന്മാരെ,
ഈ നാട്ടിലുള്ള കുട്ടികളോട്, എന്തൊക്കെ ഈമാനുള്ള ചെറുപ്പക്കാരോട്, നാളെ സ്വർഗത്തിൽ കിടക്കാൻ മോഹിക്കുന്ന എന്റെ അഞ്ചന്മാരോട് ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ദീനിനോട് വെറുപ്പില്ല, ഇസ്ലാമിനോട് വെറുപ്പില്ല, റസൂലുള്ളാഹിനോട് വെറുപ്പില്ല, അറിയാതെ പെട്ടുപോകുകയാണ് എങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ജീവിതത്തിൽ ഒരു വക്കത്തെ നിസ്സാരം തലാക്കുന്നവന് റസൂലുള്ള വെള്ളം കൊടുക്കില്ല എങ്കിൽ ഇൻഷാ അല്ലാഹ് എന്റെ നേതാവ് ധരിപ്പിച്ചതല്ലേ, എന്റെ മരണം വരെ ഞാനൊരു വക്കത്തെ നിസ്കാരം തലാക്കുകയില്ല. പിതാക്കളെ, നമുക്ക് റസൂലുള്ളാഹിനെ കൈയടിക്കാൻ പറ്റുമോ? ഈ നേതാവായ നബി തങ്ങളെ മറക്കാൻ പറ്റുമോ? എന്റെ സ്ത്രീകളെ, പർദ്ദ ധരിക്കാതെ നടക്കുന്ന സ്ത്രീകളെ, റസൂലുള്ളാഹിക്ക് പൊരുത്തമില്ല. മഅദല്ലാഹ് 15 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി, അതേ ആ പെൺകുട്ടിയെ പർദ്ദ ധരിച്ചുകൊണ്ട്, ബുർഖ ധരിച്ചുകൊണ്ട് ആ പെൺകുട്ടിയെന്ന് നടക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തുള്ള വീട്ടിലേക്ക് പോയപ്പോൾ പ്രായമുള്ള ഉമ്മയാണ് പറയുന്നത്, മോളെ നീ റസൂലുള്ളാഹിനെ മറന്നുപോയോ? നീ നബി തങ്ങളെ മറന്നുപോയോ? ഉമ്മ, ഞാൻ എന്താണ് ചെയ്തത് ഉമ്മ? മോളെ, നിന്റെ നെറ്റിത്തടത്തിലേക്ക് നോക്ക്, ചെറിയൊരു മുടിക്കഷ്ടം വലുതായിട്ടല്ലോ. മാറ് വെളിവാക്കിയ പെണ്ണ്, കൈ വെളിവാക്കിയ പെണ്ണ് എവിടെ എത്തി നിൽക്കുന്നു? മഅദല്ലാഹ്. ആ പെൺകുട്ടി 10 ദിവസത്തോളം ഉറങ്ങാതെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ആ പെൺകുട്ടിയതാ കണ്ണുനീരോടെ ദുആ ചെയ്യുന്നു. അവരെന്ന് പടച്ചവരെ, എനിക്ക് പുറത്തു തരണം. സാധുവായ പാവപ്പെട്ട പെൺകുട്ടി ഖാലിഖായ റബ്ബനെ വിളിച്ച് നീ പുറത്തു തരാതെ എന്ന് ആട്ടിവിട്ടാൽ ആരാണ് എന്നെ സഹായിക്കാനുള്ളത്? ആരാണ് എന്നെ രക്ഷപ്പെടുത്താനുള്ളത്? ആരാണ് എന്നെ സഹായിക്കാനുള്ളത്? അതാ ആ പെൺകുട്ടി അതിരുന്ന് കണ്ണുനീർ എടുക്കുന്നതെങ്കിൽ എന്റെ സ്ത്രീകളെ, എന്റെ ഉമ്മമാരെ, ഒരൊറ്റ മുടി വലുതാക്കി നടക്കുന്ന പെണ്ണ്, കൈ വലുതാക്കി നടക്കുന്ന പെണ്ണ് ഇനി പർദ്ദ ധരിച്ചവളാണോ? പിറ്റുള്ള ശരീരത്തിന്റെ നിറം വലുതാക്കി, ആ ശരീരത്തിന്റെ വണ്ണം വിട്ടുപോയത് അവിടുത്തെ വണ്ണവും തുരുത്തും വലുതാക്കി നടക്കുന്ന സ്ത്രീകളെ റസൂലുള്ള പൊരുത്തപ്പെടുകയില്ല. ഹബീബായ നബിത്തങ്ങളെ പൊരുത്തമില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ? അല്ലാഹു നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ. ഞാനെന്റെ ഉമ്മമാരോട്, ഞാനെന്റെ സ്ത്രീകളോട് ഓർമ്മപ്പെടുത്തുന്നത്, പടച്ചവരെ, ഞാൻ എന്റെ ജീവിതത്തിൽ നബിത്തങ്ങളെ മറന്നുകൊണ്ട് ഒന്നും ചെയ്യുകയില്ല. എന്റെ സ്ത്രീകളോട് ഒരൊറ്റ വാക്ക്, ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ, ഫാത്തിമ റളിയല്ലാഹു അൻഹ അലി ഇബ്നു അബീ ത്വാലിബിനോട് പറയുന്നു, എന്റെ ഭർത്താവേ, ഞാൻ രാവിലെ മരിച്ചാലും എന്നെ രാത്രിയെ മറവ് ചെയ്യാതെ ഞാനെന്ന് മരിച്ചുവെന്ന് മയ്യത്തുകത്തിൽ കൊണ്ടുപോകുമ്പോ അവിടുന്ന് മൂടിയുള്ള മയ്യത്ത് കട്ടിലിൽ കൊണ്ടുപോകണേ. സ്ത്രീകളെ, ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോ അതാ കരളായ ഫാത്തിമ പറയുന്നത്, എന്റെ ഭർത്താവേ, എന്റെ ഉപ്പ ഏറ്റവും വെറുപ്പുള്ള കാര്യമായി പറഞ്ഞിരിക്കുന്നത് ഒരു പെണ്ണിന്റെ ശരീരത്തിന്റെ നിറവും ആ പെണ്ണിന്റെ തടിയും. എത്ര വസ്ത്രം ധരിച്ചാലും തിക്കുള്ള വസ്ത്രം ധരിക്കുന്ന പെണ്ണിന്റെ തടി കാണുന്നതാണ്. അങ്ങനെ തടി കാണത്തക്ക വിധത്തിൽ ഒരു പെണ്ണ് നടന്നാൽ എന്റെ ഉപ്പാക്ക് ഒരു കാലത്തും പൊരുത്തമില്ല. എന്റെ ഉപ്പാക്ക് വല്ലാത്ത വെറുപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് ഭർത്താവേ, എന്നെ നിങ്ങൾ രാവിലെ മരിച്ചാൽ പോലും രാത്രിയെ മറവ് ചെയ്യാതെ, കാരണം ഇരുട്ടുള്ള സമയത്തും മറവ് ചെയ്യുമ്പോ പുരുഷന്മാരല്ലേ കബറിൽ ഇറക്കി വെക്കുന്നത്, അപ്പൊ എന്റെ ശരീരത്തിന്റെ തടിയൊന്ന് കാണില്ലല്ലോ.
അവിടുന്ന് പറയുന്നു, ഫാത്തിമ, നിന്നെ പൊതിഞ്ഞിട്ടല്ലേ, കഫൻ ചെയ്തിട്ടല്ലേ? എന്നാലും അലിയേ, കഫൻ ചെയ്ത് പൊതിയുമ്പോഴും ഒരു പെണ്ണിന്റെ രൂപം കാണുമല്ലോ, ഒരു പെണ്ണിന്റെ തടി കാണുമല്ലോ. അത് രാത്രിയായാൽ അല്പം കുറയുമല്ല അല്ലേ? രാത്രി എന്നെ മറവ് ചെയ്യണം. മാത്രമല്ല, ഞാനിന്ന് മരിച്ചാൽ, ഞാനിന്ന് മരണപ്പെട്ടു പോയാൽ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി, ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തെ പ്രിയപ്പെട്ട കരള് പറയുന്നു, മൂടിയുള്ള കട്ടിലിൽ എന്നെ നിങ്ങൾ മറവ് ചെയ്യേണ്ടതാണ്. മൂടിയുള്ള കട്ടിൽ വെച്ചിട്ട് വേണമെന്ന് കൊണ്ടുപോകാൻ. എന്താണ് കാരണമെന്നറിയോ? മൂടിയുള്ള കട്ടിലിൽ വെച്ച് പോയാൽ പുരുഷന്മാരല്ലേ ജനാസ കൊണ്ടുപോകുന്നത്. ആ സമയത്ത് അവർക്ക് എന്റെ ശരീരത്തിന്റെ രൂപം കാണാൻ പറ്റില്ലല്ലോ. എന്റെ സ്ത്രീകളെ, ഇൻഷാ അല്ലാഹ് എന്റെ മരണം വരെ ഞാൻ പർദ്ദ ധരിക്കാതെ നടക്കുകയില്ല. എന്റെ സ്ത്രീകൾക്ക് വിട്ടടിക്കണമെന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ പ്രഭാഷണം നിർത്തട്ടെ. മഹദിയായ ബീവി ഫാത്തിമ ബിൻത് അസദ് അലി ഇബ്നു അബീ താലിബിന്റെ ഉമ്മ, അതാ നബിത്തങ്ങളുടെ ഉമ്മയാണ്. അതാ ഹിയ ഉമ്മൻ ബഅദ ഉമ്മി അൻത ഉമ്മൻ ബഅദ ഉമ്മി. എന്റെ ഉമ്മ വഫാത്തായതിനു ശേഷം എന്നെ പൊന്നുപോലെ നോക്കിയ ഉമ്മയാണ്. അലി ഇബ്നു അബീ താലിബിന്റെ ഉമ്മ മരണപ്പെട്ടപ്പോ നബി തങ്ങളതാ ഖബറിൽ കുറിച്ചിട്ട് ആ ഖബറിൽ പോയി കിടക്കുകയാണ്. എന്നിട്ട് നബി സിദ്ദീഖുൽ ചെന്നുകൊണ്ട്, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, നബിയേ, എന്തിനാണ് അവിടുന്ന് ഖബറിൽ നിന്ന് കിടന്നത് നബിയേ? ഇക്കാലം വരെ ഒരാളുടെ ഖബർ പിടിച്ചിട്ട് ആ ഖബറിൽ തങ്ങൾ കിടന്നിട്ടില്ലല്ലോ. ഇവിടെ എന്തിനാണ് കിടന്നത്? എന്റെ സിദ്ദീഖ് ഫാത്തിമ എന്റെ ഉമ്മയാ. സ്ത്രീകളിൽ നിന്ന് അല്ലാതെ അവരുടെ ശരീരത്തിന്റെ തിരിയും അവരുടെ ശരീരത്തിന്റെ രൂപവും ഭാവവുമല്ല വലുതായിട്ടുണ്ട് എങ്കിൽ അവരൊക്കെ കബറതാ പിടിച്ചു കുലുക്കുന്നതാ. ഞാൻ കിടന്ന കബറ് ഒരാളെയും പിടിച്ചു കുലുക്കുകയില്ല. എന്റെ ഉമ്മയുടെ ജീവിതത്തിൽ അഥവാ വല്ലത് സംഭവിച്ചുവെങ്കിൽ എന്റെ ഉമ്മയെ കബറ് പിടിച്ചു കുലുക്കാതിരിക്കാൻ വേണ്ടി ഞാനിതാ ഈ കബറിലെന്ന് കിടന്നതാണ് അശ്വതിയെ, ഈ കബറിലെന്ന് കിടന്നതാണ് സിദ്ദീഖേ. എന്റെ ഉമ്മമാരെ, സാധുക്കളായ പാപികളായ നമ്മളൊക്കെ ആ തിരിയാൻ കഴിയാത്ത കബറാകുന്ന മണ്ണറയിൽ ചെന്ന് കിടക്കുമ്പോ വലിയ പാമ്പുകളും തോലുകളും ഒന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ ഒരു വേള മാതൃപരിവാക്കി നടന്ന ഉമ്മയാണോ, പർദ്ദ നടന്നവനാണോ, അവരെ വല്ലാത്ത സുഖമുണ്ട്. നിലവിളിച്ചിട്ട് കാര്യമില്ല. റഹ്മുർ-റഹീമായ റബ്ബ് ആ അദാബുകളിൽ നിന്ന് നമ്മൾ കാക്കുമാറാവട്ടെ. സജ്ജനങ്ങളിൽ സ്വാലിഹീങ്ങളിൽ നമ്മയൊക്കെ അല്ലാഹു പെടുത്തി പെരുമാറാവട്ടെ. എന്റെ ജ്യേഷ്ഠാനുജന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വാക്കും തള്ളണ്ട, ജീവിതത്തിൽ പകർത്തുക. എന്നിട്ട് നമ്മൾക്ക് മരിക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് വലിയൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയും, ആഖിറം സമ്പാദിക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖും സജ്ജനങ്ങളിലും നമ്മയൊക്കെ പെടുത്തി പെരുമാറാവട്ടെ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل ثواب قراءتنا وبركة دعائنا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والصالحين. اللهم ببركتهم بارك لنا في كل أمورنا، سيما في اجتماعنا هذا وفي مجلسنا هذا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.
ആധുനിക ഫാഷനുകൾക്കൊപ്പം ആഭിജാത്യത്തിന്റെ പൈതൃക വേഷമായ പർദ്ദകൾക്കായി നഗരത്തിൽ പ്രവിശാലമായ ഷോറൂം. ഇന്ത്യൻ ഗൾഫ് പർദ്ദകളുടെ വിപുല ശേഖരം. നിസ്കാരക്കുപ്പായം, പർദ്ദ, ഹജ്ജ് ആവശ്യത്തിന് വേണ്ട വസ്ത്രങ്ങൾ, മുതഅല്ലിങ്ങൾക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. അൽനൂർ പർദ്ദ, മർക്കസ് പർദ്ദ ഹൌസ്, ഹിഫാസ പർദാസ്, മർക്കസ് കോംപ്ലക്സ്, കോഴിക്കോട്. ഫോൺ